ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് മുടിയൻ പുത്രൻ. ഈ കഥ നടന്നത് എവിടെയാന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലാണോ? അല്ല. ജപ്പാനിലാണോ? അല്ല. ഈജിപ്തിലാണോ? അല്ല. പിന്നെ എവിടെയാണ്? നമ്മുടെ സ്വന്തം ജെറുസലേമിൽ തന്നെ. വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരുടെ ചീന്തിയെടുത്തതാണീ കഥ. വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരുടെ ചീന്തിയെടുത്തതാണീ കഥ. അതാ ആ വീടിന്റെ മുറ്റത്തേക്കൊന്ന് നോക്കൂ. അവിടെ സാധുവായ ഒരു മധ്യവയസ്കൻ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കളാണുള്ളത്. അതിൽ ഇളയ മകന്റെ കഥയാണിത്. വരവറിയാതെ ചിലവുകൾ ചെയ്ത് മനസുഖമറിയുന്ന മനുഷ്യ, നിനക്കുണ്ട് ഇതിലൊരു പാഠം. രക്തത്തിളപ്പിൽ ചെയ്യുന്ന തെറ്റുകൾ ശരിയെന്ന് കരുതുന്ന മനുഷ്യ, നിനക്കുണ്ട് വലിയൊരു പാഠം. മാനവ ബുദ്ധിക്ക് ഓർമ്മിക്കുവാനായി പാടി പറയും പാഠം. അതാണ് ഈ കഥ സാരം. വരവറിയാതെ ചിലവുകൾ ചെയ്ത് മനസുഖമറിയുന്ന മനുഷ്യ, നിനക്കുണ്ട് ഇതിലൊരു പാഠം. രക്തത്തിളപ്പിൽ ചെയ്യുന്ന തെറ്റുകൾ ശരിയെന്നു കരുതുന്ന മനുഷ്യ, നിനക്കുണ്ട് വലിയൊരു പാഠം. മാനവ ബുദ്ധിക്ക് ഓർമ്മിക്കുവാനായി പാടി പറയും പാഠം. അതാണ് ഈ കഥ സാരം. ഒരിക്കൽ ഇളയ മകൻ തന്റെ അപ്പന്റെ അടുത്ത് ചെന്ന് തന്റെ അവകാശം തരുവാൻ ആവശ്യപ്പെട്ടു. അവന്റെ പേരാണ് മുടിയൻ പുത്രൻ. അവന്റെ ചേട്ടന്റെ പേരെന്താന്ന് നിങ്ങൾക്കറിയണ്ടേ? ബൈബിൾ പറയുന്നത് പോലെ മടിയൻ മുടിയന്റെ സഹോദരൻ. അങ്ങനെ മടിയന്റെ മുടിയന്റെ അപ്പന് നമുക്കൊരു പേരിടാം. അതാണ് പൊടിയൻ. അങ്ങനെ നാളുകൾ കടന്നുപോയി. രണ്ടാമനപ്പനോട് ഇപ്രകാരം ചൊല്ലിയൊരു ദിനം നല്ല നേരം. അപ്പാ നീ വസ്തുവിൽ എന്റെ പങ്ക് ഇപ്പോൾ അതൊന്നു തിരിച്ചിടേണം. ഈ നാദം കേട്ടതുപോലെ അപ്പൻ ഞൊടി നേരം ഞെട്ടിയിരുന്നു പോയി. രണ്ടാമനപ്പനോട് ഇപ്രകാരം ചൊല്ലിയൊരു ദിനം നല്ല നേരം. അപ്പാ നീ വസ്തുവിൽ എന്റെ പങ്ക് ഇപ്പോൾ അതൊന്നു തിരിച്ചിടേണം. ഈ നാദം കേട്ടതുപോലെ അപ്പൻ ഞൊടി നേരം ഞെട്ടിയിരുന്നു പോയി. അപ്പോൾ അപ്പൻ പറഞ്ഞു, മക്കളെ, നിങ്ങളാണ് എന്റെ സ്വത്ത്. എന്റെ സ്വത്ത് മുഴുവനും നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ സ്വത്തുക്കൾ മുഴുവനും 2 പേർക്കുമായി തുല്യമായി പകുതി നൽകി. ഇളയവന് ലഭിച്ച സ്വത്തുക്കൾ മുഴുവനും അവൻ വിറ്റ് പണമാക്കി പട്ടണത്തിൽ പോയി കൂട്ടുകാരുമൊത്ത് ചീട്ടുകളിയിലും മദ്യപാനത്തിലുമൊക്കെ പണം മുഴുവൻ ദൂർത്തടിച്ചു കളഞ്ഞു. അവന്റെ കയ്യിലെ പണം തീർന്നറിഞ്ഞ കൂട്ടുകാരും അവനെ കൈവിട്ടു. ഈ കാര്യം കഴിഞ്ഞപ്പോഴാണ് എന്റെ നാട്ടിൽ നല്ലൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നത്. ഒരിക്കൽ കോട്ടയത്തിലെ വീട്ടില് ഒരു മകന് സിനിമയിൽ അഭിനയിക്കണമെന്നൊരു മോഹം. അതിനുവേണ്ടി അവൻ കണ്ടെത്തിയ ഉപായം തന്റെ കൂട്ടുകാരനുമൊത്ത് മദ്രാസിന് ട്രെയിൻ കയറുക എന്നതായിരുന്നു. അതിനുവേണ്ടി അവൻ തന്റെ അപ്പന്റെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ച് മദ്രാസിന് കൂട്ടുകാരനുമൊത്ത് ട്രെയിൻ കയറി. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അവന്റെ കയ്യിൽ പണം ഇല്ലാന്ന് പറഞ്ഞു. അവന് സിനിമയിൽ അഭിനയിക്കുവാനും സാധിച്ചില്ല. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ കഥയിൽ കാണാതെ പോയ മകൻ തിരിച്ചെത്തിയപ്പോൾ അവനെ ഓടിച്ചെന്ന് വാഴി പുണരുകയായിരുന്നു. എന്നാൽ ഈ കഥയിൽ വീട്ടിലെത്തിയ മകന് അച്ഛൻ നല്ല ചൂൽ കഷായമാണ് നൽകിയത്. ഇതുപോലെ പല അനവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കാറുണ്ട്. കാലം കഴിഞ്ഞു പണസഞ്ചി മെല്ലവേ കാലിയാത്തറിഞ്ഞില്ലവൻ. അപ്പൻ തൻ മകനായി കരുതിയ നിക്ഷേപം അപ്പടി പോയി പല വഴിയിൽ. കാലം കഴിഞ്ഞു പണസഞ്ചി മെല്ലവേ കാലിയാത്തറിഞ്ഞില്ലവൻ. അപ്പൻ തൻ മകനായി കരുതിയ നിക്ഷേപം അപ്പടി പോയി പല വഴിയിൽ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ
അവൻ ഒരു ജോലിക്കായി അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അവസാനം അവന് ലഭിച്ച ജോലി പന്നിക്ക് തീറ്റ കൊടുക്കുക എന്നതായിരുന്നു. ഒരിക്കൽ അവൻ പന്നിക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൻ തന്റെ അച്ഛനെയും വീട്ടുകാരെയും കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചു. പിന്നീട് ഒട്ടും താമസിച്ചില്ല, അവൻ വീടിനെ ലക്ഷ്യമാക്കി നടന്നു. അച്ഛൻ മകൻ ദൂരത്ത് നിന്ന് വരുന്നത് കണ്ടുകൂടെ തന്നെ അവനെ ഓടിച്ചെന്ന് വാരിപ്പുണർന്നു. പുത്രന്റെ പേക്കോലം കണ്ട പിതാവ് പൊട്ടിക്കരഞ്ഞു, മനസ്സലിഞ്ഞു. കെട്ടിപ്പിടിച്ചപ്പനുമ്മ വച്ചും കൊണ്ട് നഷ്ടമകനെ അങ്ങ് സ്വീകരിച്ചു. പുത്രന്റെ പേക്കോലം കണ്ട പിതാവ് പൊട്ടിക്കരഞ്ഞു, മനസ്സലിഞ്ഞു. കെട്ടിപ്പിടിച്ചപ്പനുമ്മ വച്ചും കൊണ്ട് നഷ്ടമകനെ അങ്ങ് സ്വീകരിച്ചു. അപ്പൻ ഉടൻ തന്നെ ബാല്യക്കാരെ വിളിച്ച് കാളക്കുട്ടി അറുത്ത് വിരുന്നൊരുക്കുവാൻ ആവശ്യപ്പെട്ടു. അവന്റെ കൈവിരലിൽ ഒരു മോതിരം അണിയിച്ചു. അവന്റെ കാലിൽ ചെരുപ്പിടിയിച്ചു. അവന്റെ കൈത പോലെയുള്ള മുടിയെല്ലാം വെട്ടിമാറ്റി. കുളി കഴിഞ്ഞ് അവനെ പുതിയ വസ്ത്രം ധരിപ്പിച്ചു. ഈ വിവരം പറഞ്ഞ് ഓടിയെത്തിയ ആളുകളോട് അവൻ ഇപ്രകാരം പറഞ്ഞു: എങ്ങനെ ഞാൻ വരാതിരിക്കും? നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഞാൻ വരാതിരിക്കും? നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ ഇരിക്കും? എന്നെ ഉഴിയിൽ താങ്ങുവാൻ യാഹല്ലദാരുമേ ഇല്ല ഇല്ല. എന്നെ ഉഴിയിൽ താങ്ങുവാൻ യാഹല്ലദാരുമേ ഇല്ല ഇല്ല. വയലിലെ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയ മൂത്ത സഹോദരൻ തന്റെ വീട്ടുമുറ്റത്തിൽ വലിയ ആൾബഹളം കണ്ടു. കൂടാതെ നല്ല ഇറച്ചിക്കറിയുടെ മണവും. അവൻ ഉടൻ തന്നെ ബാല്യക്കാരനെ വിളിച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചു. ബാല്യക്കാരൻ പറഞ്ഞു: കാണാതെ പോയ എന്റെ സഹോദരൻ തിരിച്ചെത്തിയിരിക്കുന്നു. അതിന്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അവൻ ഉടൻ തന്നെ തന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പനോട് പറഞ്ഞു: നീ ഇത്രയും കാലം പറഞ്ഞതൊന്നും ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. എന്റെ കൂട്ടുകാരുമൊക്കെ സൽപ്പിക്കുവാൻ നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും നന്നില്ല. കാണാതെ പോയി നിന്റെ മകൻ തിരിച്ചെത്തിയപ്പോൾ നീ അവനെ കാളക്കുട്ടി അറുത്ത് വിരുന്നൊരുക്കിയിരിക്കുന്നു. അപ്പനുടൻ തന്നെ തന്റെ മകനോട് പറഞ്ഞു: മകനെ, നിന്റെ അനുജൻ മരിച്ചുപോയനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചു. നഷ്ടപ്പെട്ടു പോയനായിരുന്നു, അവൻ വീണ്ടും തിരിച്ചെത്തി. നീയും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ തന്നല്ലോ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ തന്നല്ലോ. കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കഥയിൽ നമുക്ക് 2 ഗുണപാഠങ്ങളാണുള്ളത്. 1, വരവറിയാതെ നാം ചെലവാക്കി പഠിക്കരുത്. 2, നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവകൃപയിൽ വസിക്കുന്ന കൂട്ടുകാരെ വേണം തിരഞ്ഞെടുക്കുവാൻ. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.